ചാനൽ. അപ്പോൾ ഞാനൊരു ഗ്രാൻഡ് പ്രൈസ് 7 സ്പിൻ കൊണ്ട് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. പിന്നെ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം ഗൈസ്. ഈ ഫ്രീ ഫയർ തന്നെ വീഡിയോ ഇടുമല്ലോ, അപ്പോൾ അതിനകത്തൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ കളിച്ചതാണ്. ഈ 4 ഹെഡ്ഷോട്ട് അടിച്ചു ഗൈസ്. ഇത് കാണിച്ചിട്ടുണ്ട് 4 ഹെഡ്ഷോട്ട്. ഇത് ഫാസ്റ്റ് ആക്കി തരാൻ നിങ്ങൾക്ക് വേണ്ടി. ഇത് സ്ലോ ആക്കാൻ ഞാൻ നോക്ക് ഡൗൺ ആയി. ഫസ്റ്റ് റൗണ്ട് ഞാൻ നോക്ക് ഡൗൺ ആയിരുന്നു. സെക്കൻഡ് റൗണ്ട് തൊട്ടായിരുന്നു ഞാൻ തുടങ്ങിയത്. ഇത് ഞാനില്ല, ഈ റൗണ്ട് കൊണ്ടാണ് തുടങ്ങിയത്. ഇച്ചിരി സ്ലോ ആക്കി തരാം. രണ്ടുപേരും നോക്ക് ഡൗൺ ആക്കിയിട്ടാണ് ഇതായത്. പിന്നെ അത് മാത്രമല്ല ഗൈസ്, ഞാൻ ഹൈലൈറ്റ്സ് മാത്രമായിട്ട് വാങ്ങിക്കാം ഗൈസ്. ഇവിടെ നിന്നാണ് ഗൈസ് തുടങ്ങുന്നത്. ഇവിടെ നിന്നാണ് 4 ഹെഡ്ഷോട്ട് അടിച്ചത്. ഞാൻ ഗ്രോസും കൊണ്ടാണ് എല്ലാ ഹെഡ്ഷോട്ടും അടിച്ചത്. ഇവിടെ തുടങ്ങാം. ഇതാ ഷൂട്ട് ഇവിടെ നിന്നാണ് ഗൈസ് തുടങ്ങുന്നത്. ആദ്യത്തെ ഹെഡ്ഷോട്ട് ഇവിടെ നിന്ന് അടിച്ചു. സെക്കൻഡ് അടിക്കാൻ പോവാണ് ഗൈസ്. ഇങ്ങനെ അടിക്കാൻ പോവാണ്. രണ്ടാമത്തെ അടിച്ചു ഗൈസ്. രണ്ടാമത്തെ അടിച്ചു. ടീമേറ്റ് ഇപ്പോൾ നോക്ക് ഡൗൺ ആവും. ട്രിപ്പിൾ ടെക്ക് ഡൗൺ അടിച്ചു ഗൈസ്. 3 ഹെഡ്ഷോട്ട് ഇടുന്നു എല്ലാം. അടിക്കുന്നു ഗൈസ്. ഞാൻ കാണിച്ചു തന്നിരുന്നത് ഗൈസ്. അടുത്ത 2 ഹെഡ്ഷോട്ട് ഇവിടെ നിന്നാണ് ഗൈസ് എടുത്തത്. ഫുൾ എനിമീസ് ആയിരുന്നു. 3 എനിമീസ് ഉണ്ട്, ഞാൻ മാത്രം ഒറ്റയ്ക്ക്. 2 എനിമീസിനെ തോപ്പിച്ചെങ്കിലും ഒരാളെന്നെ കണ്ടുപിടിച്ചു. G36 കൊണ്ടാണ് ഗൈസ് ഞാൻ ഇത് അടിച്ചത്. നോക്കുക ഗൈസ്. ഒരു ഹെഡ്ഷോട്ട് അടിച്ചു. സെക്കൻഡ് അടിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഞാൻ അടിക്കാൻ പറ്റും. 2 ഹെഡ്ഷോട്ട് എടുക്കുമായിരുന്നു, പക്ഷെ അത് പോയി. പിന്നെ അടുത്തൊരു ഇവിടെ നിന്നാണ് ഗൈസ്. ഇത് ഹൈലൈറ്റ്സ് മാത്രമോടെ നിങ്ങൾക്ക് കഴിയും. ഫുൾ മാച്ച് വേറെ ഇതാ. ഞാൻ റിബിൻ്റെ എടുത്തു ഗൈസ്. പിന്നുള്ളത് ഇവിടെ വെച്ചാണ് ഫൈനൽ. ഈ പ്രശ്നം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒരാൾ ഹെഡ്ഷോട്ട് അടിച്ചു. സെക്കൻഡ് ആളായിരുന്നു തീർത്ത, അല്ലെങ്കിൽ ജയിക്കേണ്ടായിരുന്നു ഗൈസ്. ഈ കളി ഞാൻ ജയിച്ചിടുമായിരുന്നു. MVP ആയതായിരുന്നു. 3 എലിമിനേഷൻസ് ഒരു റൗണ്ടിനെടുത്തു. ഇതിൽ MVP ഞാനായിരുന്നു. കളി ഫുള്ളായിട്ട് ഞാൻ കാണും ഗൈസ്. ഇതിൽ മാത്രം ഹൈലൈറ്റ് അത്രയും കാണിക്കില്ല ഗൈസ്. അപ്പോൾ കളി നടക്കുമായിരുന്നു. എൻ്റെ ടീമേറ്റ്സ് 2 ഡെഡായി.
ഞാൻ രണ്ടുപേര് ഈ കത്തി കൊണ്ട് വന്നു ഗൈസ്. അപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഗൈസ്. ഒരാളെ നോക്ക് ഡൗൺ ആക്കി. ഇനി ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അത് റൈഡായിരുന്നു. ഇനി ഒരു എനിമിയും കൂടെ ഉള്ളായിരുന്നു. എന്നിട്ടും അത് കാരണം ജയിച്ചു. ഒരു 1v1 സ്റ്റാർട്ടായിരുന്നു ഗൈസ്. ഞാനിപ്പോൾ ഓൾറെഡി സേഫ് സോണിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. അവൻ സേഫ് സോണിലല്ലായിരുന്നു. മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പറഞ്ഞോട് ചെയ്ത ആ അറ്റാക്ക് ചെയ്യുന്ന മുമ്പേ ഞാൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇമോട്ട് കാണിച്ചാണ്. ഈ കളിയിലും ഉണ്ട് 2 നോക്ക് ഡൗൺസ്. കളിയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെയായിരുന്നു MVP. ഗൈസ് തോംസൺ വെച്ചുള്ള കളിയായിരുന്നു. ഇപ്പോൾ ഞാൻ തോംസണിൻ്റെ പ്രോ ഗൈസ്. തോംസൺ ഡെസേർട്ട് കളൊക്കെ ഇപ്പോൾ എടുക്കണം. നേരത്തെ വേറെ ഇതായിരുന്നു ഗൈസ്. അപ്പോൾ ഈ റൗണ്ടിൽ 2 നോക്ക് ഡൗൺ ഇപ്പോൾ കിട്ടും ഗൈസ്. ഞാൻ ഇപ്പം തന്നെ എടുക്കും. അടുത്തിട്ട് പിന്നെ എടുക്കാൻ പറ്റിയില്ലെങ്കിലും എടുക്കാൻ പറ്റിയില്ല. എടുക്കാൻ പറ്റിയില്ലാന്നില്ല, എടുക്കാൻ പറ്റി. ഒരാളെ നോക്ക് ഡൗൺ ആക്കി. സെക്കൻഡ് ആളിനെ നോക്ക് ഡൗൺ ആക്കിയായിരുന്നു. പക്ഷെ അത് കാണിച്ചില്ലേ ഗെയിം. തോംസൺ കൊണ്ട് 2 പേരടിച്ചു. ആ കളിയും വിക്ടറി ആയിരുന്നു. ഈ കളിയും കൂടെ ഉണ്ട്. ഇതിലും തോംസൺ കൊണ്ടുള്ള കളിയായിരുന്നു. ഞാനിപ്പോൾ ഓറിയനാണ് എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ. ഓറിയനും ഹയാട്ടോയും. അത്രയും ഡാമേജ് കിട്ടിയിട്ടും അവനെ നോക്ക് ഡൗൺ ചെയ്യാൻ പോയായിരുന്നു. എന്നിട്ടും പറ്റിയില്ല. പകരം എൻ്റെ നോക്ക് ഡൗൺ വേറെ ആരെ അടിച്ചു മാറ്റി. ഇത്ര അടിച്ച് കളയാൻ നിങ്ങൾ സമയം കളയണ്ട. കുറേ നേരം ബോറിങ് ആക്കണ്ട. ഇവിടെ ഒരു റൈഡുന്നുണ്ടായിരുന്നു. എൻ്റെ കോമഡി ആയിരുന്നു. എൻ്റെ സ്പൈഡ് എടുത്ത് ഓടാൻ വിചാരിച്ചിട്ടുണ്ട്. ഇതാക്കണ്ടോ, ഒരു റൈഡിൻ്റെ സ്പൈഡർ വെച്ച് ഞാൻ അത് കാരണം അവനെ ഞാൻ ഹെഡ് അടിച്ചു എളുപ്പത്തിൽ. എനിക്കൊരു സ്കാർ കിട്ടിയ ആ സമയത്ത്. ഇതായിരുന്നു ഫൈനൽ കളി. ഞാൻ ജയിച്ചു. ഞാൻ അവിടെ നിന്ന് ചാടി അടിക്കാൻ പോയില്ല. അവിടെ എന്തായാലും തോറ്റ്. ആ കളി എങ്ങനെ ജയിച്ചത്? മാജിക്കിലായിരുന്നു.
കൈസ് കണ്ടാൽ പറയാൻ പറ്റും, ഭയങ്കര പാടായിരുന്നു ആ കളി. ഞാൻ ഗോളിട്ട് രക്ഷപ്പെട്ടു. നീ കോഫി ക്ലബിനകത്ത് കയറിയിട്ട് നിൽക്കുമായിരുന്നു. നീ ഒരേ ഒരു കുഞ്ഞു സ്ഥലമല്ലേ ഉള്ളൂ. സേഫ് സോണിൻ്റെ ഡാമേജ് പറഞ്ഞു ഞാൻ ജയിച്ചു. ഞാൻ ഗ്ലൂ ഇട്ടുകൊണ്ട് കൂടെയാണ് രക്ഷപ്പെട്ടത്. വൺ വി ടു ഹീറോയും കൂടെ ആയിരുന്നു. ഇതാണ് ഈ റൗണ്ട്. ഇതൊരു വേറൊരു കളിയായിരുന്നു. ഞാൻ ഡെസേർട്ട് ഈഗിൾ മാത്രം എൻ്റെ കയ്യിലുള്ളായിരുന്നു. ഇത് ഭയങ്കര പാടായിരുന്നു കളി. പക്ഷേ ഞാൻ എങ്ങനെയൊക്കെയോ 3 നോക്ക് ഡൗൺ എടുത്തു. ഡെസേർട്ട് ഈഗിൾ കൊണ്ടുള്ള ഹെഡ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ചെയ്ത കേസ്. അടുത്ത 2-3 മിസ്സായി. ഫസ്റ്റ് തന്നെ ഒരു ഹെഡ് അടിച്ച്. ഞാൻ ഷൂട്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യാറില്ല. ഫിനിഷിങ് മൂവ് കൊണ്ട് നോക്ക് ഡൗൺ ചെയ്ത് വെക്കാറുള്ളൂ. വേറെ ആൾ എൻ്റെ ടീംമേറ്റിന് ഫിനിഷിങ് മൂവ് ചെയ്യുക, പിന്നെ നോക്ക് ഡൗൺ ആക്കി. ഞാൻ ഫിനിഷിങ് മൂവ് ചെയ്യാൻ പറഞ്ഞപ്പോൾ വേറൊരാൾ ഞാൻ ചെയ്യുന്ന ആ ഷീൽഡ് ഉണ്ടല്ലോ, അതെൻ്റെ കയ്യിലുണ്ടായത്. അതുകൊണ്ട് പിന്നെയും ജയിച്ചു. അത് 4-3 നോക്ക് ഡൗൺ ആയിരുന്നു. പിന്നെ അടുത്ത് ഇവിടെ ആയിരുന്നു. ഇതേ ഡെസേർട്ട് ഈഗിൾ മാത്രം ഉണ്ട്. ഇതിൽ ഞാൻ ഹെഡ് ഷോട്ട് അടിച്ചു. രണ്ടൊരു ഹെഡ് ഷോട്ട് അടിച്ച് ജയിച്ചു. ഈസി വിന്നായിരുന്നു. പിന്നുള്ളത് ഗൈസ്, ഇത് വേറൊരു ഹൈലൈറ്റ് ആണ്. G36 ഒരു ഹെഡ് ഷോട്ട് അടിച്ചു ഗൈസ്. സെക്കൻഡ് ആൾ വന്നോണ്ടാ, അല്ലെങ്കിൽ ജയിക്കേണ്ടിയായിരുന്നു. എൻ്റെ ആരും സേവ് ചെയ്തില്ല. പക്ഷെ ജയിച്ചു. ഹൈലൈറ്റ്സ് ഈ പ്രാവശ്യം ഞാൻ ഹൈലൈറ്റ്സ് മാത്രമേ കാണിച്ചു. ഇവിടെ നിന്നാണ് ഞാൻ കാണിച്ച ഗ്രോസേരെ. ആദ്യം ഇവിടുന്ന് ഓടി വന്നു, അതിൻ്റെ ശേഷമായിരുന്നു അവിടെ എനിക്ക് ഇനിമേനോട് കാണാത്തുണ്ട്. വേറെ വഴിക്കൂടെ വന്നപ്പോൾ ഒരു ഇനിമീനെ കണ്ടു. ആ ഇനിമീനെ ഒറ്റ ഹെഡടിച്ച് സെക്കൻഡ് ആൾ തീർക്കേണ്ടിയായിരുന്നു. പക്ഷെ പറ്റിയില്ല. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കി. ഇതിനെ ഞാൻ നോക്ക് ഡൗൺ ആക്കി. ഹെഡ് അടിച്ച് ബുംന്ന് പറഞ്ഞ് ഒറ്റ ഹെഡ്. നിങ്ങൾ കാണിച്ചതായിരിക്കും ഗൈസ്. ഇത്രേ ഉള്ളു ഗൈസ്. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഇതുവരെ കഴിഞ്ഞ വീഡിയോ കമൻറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആ വീഡിയോ കമൻറ്റ് ചെയ്യുന്നവരെ, നിങ്ങൾ ആ വീഡിയോയിൽ ഏത് വേണമെന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഗെയിം കളിച്ചോളാം. എന്നാലും മാത്രമല്ല ഗൈസ്, സ്കൂൾ ഒന്നും സമയമില്ല. അടുത്തൊരു വീഡിയോ ഒക്കെ കാണാം. അപ്പോഴത്തേക്കും ബൈ.